ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന മികച്ച പ്രേക്ഷക പിന്തുണയുള്ള പരമ്പരയാണ് സാന്ത്വനം 2-ന്റെ രണ്ടാം ഭാഗം. പരമ്പരയിൽ ആകാശ് എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ വിപിനാണ്. അദ്ദേഹത്തിന്റെ വീടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത്. കോട്ടയത്താണ് വിപിൻ കുടുംബത്തോടൊപ്പം താമസിക്കുന്നത്. അതിമനോഹരമായ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കുഞ്ഞു വീട്. എന്നാൽ വീടിന്റെ അതിന്റെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് മറ്റൊന്നാണ്. വിപിന്റെ അമ്മ ഓമനിച്ച് താലോലിച്ച് വളർത്തുന്ന ഒരുപാട് ചെടികളുണ്ട്. ഒരു പൂങ്കാവനമെന്ന് പറഞ്ഞേ മതിയാകൂ. വീട് ചെറുതാണെങ്കിലും പൂന്തോട്ടം വലുതാണ്. വീടിന് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത് പൂക്കളും ചെടികളും മരങ്ങളുമാണ്. വ്യത്യസ്ത ഇനത്തിലുള്ള പൂക്കളാണ് പൂന്തോട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പോലും ഒരു പൂന്തോട്ടത്തിലൂടെ നടന്നു പോകണം. വിപിൻ്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച ഒരു നിലയിലുള്ള വീട്. വിപിൻ്റെ അമ്മയാകട്ടെ അതിനൊരു പൂങ്കാവനമാക്കി മാറ്റിയിട്ടുണ്ട്. അതിമനോഹരമായിട്ടുണ്ട് വീടും പരിസരവും എന്ന് പറഞ്ഞേ മതിയാകൂ. വിപിൻ തന്നെയാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ വീടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവച്ചത്. ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരയാണ് സാന്ത്വനം 2-ന്റെ രണ്ടാം ഭാഗം. പരമ്പരയിൽ ആകാശ് എന്ന സഹനടന്റെ കഥാപാത്രത്തെയാണ് വിപിൻ അവതരിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ പരമ്പരയ്ക്കും പരമ്പരയിലെ കഥാപാത്രങ്ങൾക്കും പ്രത്യേക ആരാധക പിന്തുണയുണ്ട്. പ്രത്യേകിച്ച് ആകാശിന്റെയും മീനാക്ഷിയുടെയും കോംബോയ്ക്ക്. വിപിൻ പെന്നി എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര്. കോട്ടയം പാമ്പാടി സ്വദേശിയാണ് ഇദ്ദേഹം. അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് വിപിൻ്റേത്. അവിടുത്തെ പോലെ ഇവിടെയും എന്ന കൊച്ചു പരമ്പരയിലൂടെയാണ് വിപിൻ പെന്നി ശ്രദ്ധ നേടിയത്. എങ്കിലും ലക്ഷക്കണക്കിന് ആരാധകരെ വിപിന് ലഭിച്ചത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം 2-ന്റെ രണ്ടാം ഭാഗത്തോടു കൂടിയാണ്. സൂര്യ TV സംപ്രേഷണം ചെയ്യുന്ന ആനന്ദരാഗം, സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന അനുരാഗം പോലെ തുടങ്ങിയ പരമ്പരകളിലും താരം അഭിനയിച്ചു. ഒരുപാട് ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട് താരം. പിന്നീട് അഭിനയ മോഹവുമായി മോഡലിംഗിലേക്ക് ചുവടുവെക്കുകയായിരുന്നു. ഷോർട്ട് ഫിലിമുകളിൽ കഴിവ് തെളിയിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം പരമ്പരകളിൽ എത്തുന്നത്.